നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും മലയാളക്കരയുടെ വിഷു ആഘോഷം. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. മാലിന്യം പേറി ചിറ്റാർപ്പുഴ. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ പുഴയുടെ അവസ്ഥ ശോചനീയം. ഒഴുക്ക് നിലച്ചുപോയി, പുല്ലും കാടും കയറി. പൂതക്കുഴി ചെക്ക് ഡാമിൽ കുളവാഴ നിറഞ്ഞു. ചെക്ക് ഡാമിൽ കുളിക്കാൻ പോലും കഴിയുന്നില്ല. വെള്ളം മലിനമായി. കുളവാഴപ്പൂക്കളിലെ ഈച്ചയും വണ്ടും പ്രദേശവാസികളെ വലയ്ക്കുന്നു. വാർത്തകൾ വിശദമായി. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും മലയാളികൾ വിഷു ആഘോഷത്തിൽ. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ പുതുക്കിയാണ് മലയാളി വിഷു ആഘോഷിക്കുന്നത്. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും മലയാളക്കരയ്ക്ക് വീണ്ടും ഒരു വിഷുദിനം. മലയാളികളുടെ മനം നിറയെ ആഘോഷത്തിന്റെ നിറദീപം തെളിച്ചാണ് വിഷുദിനം കടന്നുപോകുന്നത്. മലയാള മാസത്തെ അടിസ്ഥാനമാക്കി മേടം 1-നാണ് കാർഷിക ഉത്സവം കൂടിയായ വിഷു ആഘോഷിക്കുന്നത്. നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന് മുന്നിൽ സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂക്കളുടെ അകമ്പടിയിൽ ഓട്ടുരുളിയിൽ കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായ കണിവെള്ളരിയും ഫലങ്ങളും നിറഞ്ഞ വിഷുക്കണി കണ്ടാണ് മലയാളിയുടെ ഇന്നത്തെ ദിവസം ആരംഭിച്ചത്. പിന്നീട് കൈനീട്ടം വാങ്ങി. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ വിഷുസദ്യയും. വിഷുദിനത്തിൽ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിഷുക്കണിയിലെ ഏറ്റവും പ്രാധാന്യം കണിക്കൊന്നപ്പൂവിനാണ്. കൊന്നമരം എങ്ങനെ കണിക്കൊന്നയായി? വിശേഷങ്ങൾ അറിയാം. കണിക്കൊന്നപ്പൂവ് ഇല്ലാതെ വിഷുപുലരിയിലെ കണി കാണൽ പൂർണ്ണമാകില്ല. കണിക്കൊന്നയുടെ സ്വർണ്ണ തിളക്കത്തിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തെ കണി കണ്ടുണരുമ്പോൾ ഒരാണ്ടിന്റെ സമൃദ്ധിയാണ് മലയാളിക്ക് ലഭിക്കുന്നത്. കണിക്കൊന്നയ്ക്ക് ആ പേര് ലഭിച്ചത് ബാലിവധവുമായി ബന്ധപ്പെട്ടാണ്. ബാലിയെ വധിക്കാൻ ശ്രീരാമചന്ദ്രൻ മറഞ്ഞു നിന്നത് ഒരു മരത്തെയായിരുന്നു. ഈ മരം പിന്നീട് കൊന്നമരം എന്നറിയപ്പെട്ടു. വെറുതെ നിന്ന തനിക്ക് കൊന്നമരം എന്ന ചീത്തപ്പേര് ലഭിച്ചതിന് ഭഗവാനോട് മരം സങ്കടം പറഞ്ഞു. വിഷുദിനത്തിൽ നിന്റെ പൂക്കൾ കണി കണ്ട് നാട് ഉണരുമെന്നും നീ ഐശ്വര്യത്തിന്റെ പ്രതീകമായി തീരുമെന്നും ഭഗവാൻ അനുഗ്രഹം നൽകി. ഉണ്ണിക്കണ്ണന്റെ കളിക്കൂട്ടുകാരനായ ഒരു ഉണ്ണി ഭഗവാന്റെ പൊന്നരഞ്ഞാണം മോഷ്ടിച്ചെന്ന് അപവാദം പരക്കുകയും ആ ബാലൻ അരഞ്ഞാണം ഊരി സമീപത്തു നിന്ന മരത്തിലേക്ക് എറിയുകയും ചെയ്തു. പൊന്നരഞ്ഞാണം ചെന്നു വീണതും ആ മരം മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു. കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമാണ് കണിക്കൊന്ന പൂക്കൾ എന്നാണ് സങ്കല്പം. വിഷുവിന് കണിയൊരുക്കുമ്പോൾ കൃഷ്ണവിഗ്രഹത്തിനൊപ്പം കൊന്നപ്പൂക്കൾക്കും പ്രാധാന്യം കിട്ടിയതിന് പിന്നിലുള്ള കാരണം ഇതാണെന്നാണ് ഐതിഹ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളിയുടെ പ്രധാന ജലസ്രോതസ്സായ ചിറ്റാർപ്പുഴ നാശോന്മുഖമാകുന്നു. മാലിന്യം തള്ളലും കയ്യേറ്റവും പുഴയെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഒഴുക്ക് മുറിഞ്ഞതോടെ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ ചിറ്റാർപ്പുഴയാണ് ഈ കാണുന്നത്. കടുത്ത വേനലിൽ പുഴയിലെ വെള്ളം കുറഞ്ഞതോടെ ഇവിടം പൂർണ്ണമായും മാലിന്യ കൂമ്പാരമായി. വെള്ളത്തിന്റെ നിറവും മാറിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി പട്ടണത്തിലൂടെ ഒഴുകുന്ന ഓടകളിലും മലിനജലം നിറഞ്ഞുകിടക്കുന്നത് ഒഴുകിയെത്തുന്നത് ചിറ്റാർപ്പുഴയിലേക്കാണ്. നിരവധി കുടിവെള്ള സ്രോതസ്സുകളുടെ കിണറുകളും ചിറ്റാർപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്നു. ഒഴുക്കില്ലാതായതോടെ പുഴ നിറയെ കാടും പുല്ലും വളർന്നു നിൽക്കുകയാണ്. കയ്യേറ്റങ്ങളും പുഴയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ടൗണിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യം പൂർണ്ണമായി തള്ളുന്നതും വീടുകളിൽ നിന്നുള്ള മാലിന്യം കൊണ്ടിടുന്നതും ഈ ജലസ്രോതസ്സിലാണ്. മാലിന്യം ശേഖരിക്കുന്നത് പഞ്ചായത്ത് നിർത്തലാക്കിയതോടെയാണ് ചിറ്റാർപ്പുഴയ്ക്ക് ഈ ദുരവസ്ഥ വന്നത്. കടുത്ത വേനലിൽ ഒഴുക്കും നിലച്ചതോടെ ഡംപിംഗ് യാർഡായി ചിറ്റാർപ്പുഴ മാറി. ചിറ്റാർപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കാൻ ചിറ്റാർപ്പുഴ പുനർജനി പദ്ധതി നടപ്പാക്കിയെങ്കിലും പിന്നീട് അതും നിലച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വിജയപുരം പഞ്ചായത്തിന്റെ വനിതാ ജിം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടുന്നു. പ്രവർത്തനം തുടങ്ങി 1 മാസമായപ്പോൾ തന്നെ 35-ലധികം വനിതകൾ ഇവിടെ വ്യായാമത്തിനായി എത്തുന്നുണ്ട്. പുതിയ കാലത്ത് സ്ത്രീകൾക്കും സൗകര്യപ്രദമായി വ്യായാമം ചെയ്യുന്നതിനുള്ള ആവശ്യകത തിരിച്ചറിഞ്ഞാണ് വിജയപുരം പഞ്ചായത്ത് വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയത്. വീട്ടമ്മമാർക്കും വനിതകൾക്കും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ജിം ഒരുക്കിയത്. 2022-23 വാർഷിക പദ്ധതിയിലെ വനിതാ ഘടക പദ്ധതിയിൽപ്പെടുത്തി 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജിം ഒരുക്കിയത്. പ്രവർത്തനം തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ വനിതകളുടെ നല്ല പങ്കാളിത്തമാണ് ഫിറ്റ്നസ് സെന്ററിന് ലഭിച്ചത്. രാവിലെ 6 മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും സെന്റർ പ്രവർത്തിക്കും. ജിം സ്ത്രീകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ടെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ് പറയുന്നു. തുടക്കത്തിൽ തന്നെ നല്ല വീട്ടമ്മമാരുടെ ഏകദേശം ഒരു 35ഓളം പേരിപ്പം വളരെ കൃത്യമായിട്ട് ഫിറ്റ്നസ് സെന്ററിൽ വരുന്നുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 6 മണിയാകുമ്പം വീട്ടമ്മമാരെത്തുന്നു. അവർ ഒരു 1.5-2 മണിക്കൂറോളം ഫിറ്റ്നസ് സെൻറ്ററിൽ അവരുടെ ആരോഗ്യമാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യത്തെ അവർക്ക് ഒരു വീട്ടമ്മമാർക്ക് പലപ്പോഴും അവരവരുടെ ആരോഗ്യം നോക്കാറില്ല. പക്ഷേ ആ 2 മണിക്കൂർ അവരതിനായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. വളരെയധികം ആൾക്കാർക്ക് വളരെ സന്തോഷത്തോടെയാണ്
ഈ രാവിലെ 6 മണി തൊട്ട് അവരിതിനകത്ത് വരികയും നല്ല ഒരു ട്രെയിനിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല എക്സസൈസ് ഉണ്ട്, ഒപ്പം നമ്മുടെ ഫിറ്റ്നസ് ആയിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അതിലൊക്കെ എല്ലാവരും വളരെ സംതൃപ്തരാണ്. 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണ് ഭൂരിഭാഗവും. വനിതകൾ ആരോഗ്യപരമായിരിക്കാൻ ഫിറ്റ്നസ് സെന്റർ പ്രയോജനപ്പെടുമെന്ന് ട്രെയിനർ പറയുന്നു. വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. നമുക്ക് നല്ലതുള്ള ആരോഗ്യപരമായിട്ട് ഇരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു ദിവസം മോഡലാകാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരോഗ്യപരമായിട്ട് ഇരിക്കുക. ഒന്ന് ഇരുന്ന് ഒരു സാധനം എടുക്കാൻ ആരും ആശ്രയമില്ലാതെ ഇരുന്ന് നമ്മളൊന്ന് എണീറ്റെടുക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി നമുക്ക് കിട്ടും. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒത്തിരി ഓടി ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് മോഡൽസ് ആവുമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരിക, സന്തോഷമായിട്ട് ആരോഗ്യപരമായിട്ട് ഇരിക്കാനായിട്ട് എല്ലാവരും വരിക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ചെറിയ ഫീസ് മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി പൂതക്കുഴി ചെക്ക് ഡാമിൽ കുളവാഴ നിറഞ്ഞ് വെള്ളം മലിനമാകുന്നു. പൂത്തു നിൽക്കുന്ന കുളവാഴച്ചെടി മനോഹരമായ കാഴ്ചയാണെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുന്ന ഇവ വെള്ളത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കും. വെള്ളത്തിലെ ജീവജാലങ്ങൾക്കും ഇവ ഭീഷണിയാണ്. കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ പടപ്പാടിത്തോട്ടിലെ തടയണയിൽ കുളവാഴകൾ നിറഞ്ഞു. ചിറ്റാർപ്പുഴയുടെ കൈത്തോടു കൂടിയായ പടപ്പാടിത്തോട്ടിൽ കുളവാഴകൾ നിറഞ്ഞതോടെ തടയണയിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. 26 മൈൽ പാലം മുതൽ പൂതക്കുഴി തടയണ വരെയുള്ള ഭാഗത്താണ് കുളവാഴ തഴച്ച് വളർന്ന് നിൽക്കുന്നത്. കുട്ടനാടൻ മേഖലയിൽ ഇത് സാധാരണമെങ്കിലും മലയോര പ്രദേശത്തെ തോടുകളിൽ കുളവാഴ നിറയുന്നത് അപൂർവമാണ്. ഇപ്പോൾ തുടർച്ചയായ വർഷങ്ങളിൽ കുളവാഴ ഇവിടെ നിറയുന്നുണ്ട്. പൂത്തു നിൽക്കുന്ന കുളവാഴ ഭംഗിയുള്ള കാഴ്ചയാണ്. വെള്ളത്തിന്റെ ഒഴുക്കിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. കുളിക്കാനും മറ്റും ചെക്ക് ഡാമിലെ വെള്ളം ഉപയോഗിച്ചിരുന്ന പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലാണ്. ഇവ നശിക്കുന്നതോടെ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയും. വെള്ളത്തിലെ ജീവജാലങ്ങൾക്കും ഇവ ഭീഷണിയാണ്. 12 ദിവസം കൊണ്ട് ഇരട്ടി പ്രദേശത്ത് വ്യാപിക്കാൻ കുളവാഴയ്ക്ക് ശേഷിയുണ്ട്. മലിനമായ വെള്ളത്തിലെ നൈട്രജന്റെ അളവ് കൂടുന്നതാണ് ഇവ തഴച്ചു വളരാൻ ഇടയാക്കുന്നത്. മഴയെത്തിയാൽ ഇവ ഒഴുകി ചിറ്റാർപ്പുഴയിലേക്കും അവിടെ നിന്നും മണിമലയാറ്റിലേക്കും എത്തുമെന്ന ഭീഷണി നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വാഴൂർ ചെങ്കലിലുള്ള ഒരു കടയുടെ വിശേഷമാണിനി. മാലാഖമാരുടെ കടയാണിത്. വാഴൂർ ചെങ്കലിലെ മാലാഖമാരുടെ കട ശ്രദ്ധ നേടുന്നു. മറ്റു കടകളിൽ നിന്നും ഈ കടയെ വ്യത്യസ്തമാക്കുന്നത് ഈ കടയുടെ ലക്ഷ്യവും പിന്നെ കടയുടെ നടത്തിപ്പുകാരുമാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ മാറ്റി നിർത്തുന്ന സമൂഹത്തിൽ അവരുടെ ഉന്നമനത്തിനു വേണ്ടിയും അവരെ സ്വയം പര്യാപ്തരാക്കുകയുമാണ് ഏഞ്ചൽ ഷോപ്പ് ലക്ഷ്യം വെക്കുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം എന്നതിലുപരി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലനത്തിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും അവർക്കും ഏതൊരു പൗരനെ പോലെയും ഏതൊരു ജോലിയും ചെയ്യാൻ കഴിയുമെന്ന സന്ദേശം നൽകുക കൂടിയാണ് ഈ സംരംഭം ആഗ്രഹിക്കുന്നതെന്ന് ഷോപ്പ് മാനേജർ ജോൺ തെങ്ങുംപള്ളി പറഞ്ഞു. ഇതൊരു ബിസിനസ് സ്ഥാപനമാണ് എങ്കിലും അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ, സ്പെഷ്യൽ കുട്ടികളെ, പൊതുജനം ഒന്നിനും കഴിവില്ലാത്തവർ, അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടവർ, അല്ലെങ്കിൽ ഒന്നിനും ഇവരെ ചേർക്കാൻ പറ്റത്തില്ല, ഇവർ കഴിവില്ല എന്ന് തഴഞ്ഞു നിർത്തുന്ന ഈ കുട്ടികളെ നമുക്ക് പരിശീലനത്തിലൂടെ അവർക്ക് വേണ്ട സപ്പോർട്ടും പിന്തുണയും പ്രോത്സാഹനവും യഥാസമയങ്ങളിൽ നൽകി അവരെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ഏതൊരു പൗരനെ പോലെ, ആരെയും പോലെ ഏത് ജോലിയും ചെയ്യുവാൻ അവർക്ക് സാധിക്കും എന്നുള്ള വലിയൊരു മെസ്സേജാണ് ഞങ്ങൾ ഈ ഷോപ്പിലൂടെ പൊതുജനത്തിന്, സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 3 കുട്ടികളാണ് കടയിൽ ജോലി ചെയ്യുന്നത്. അവർ തന്നെയാണ് സാധനങ്ങൾ സെർവ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും. കോഫി, ടീ, സ്നാക്സ്, ബേക്കറി എന്നിവ കൂടാതെ വിവിധ ഹാൻഡിക്രാഫ്റ്റ് ഇനങ്ങളും ഓർഗാനിക് സ്പൈസസും ആശാനിലയം കുട്ടികൾ ഉണ്ടാക്കുന്ന മെഴുകുതിരികളും കാർപ്പറ്റുകളും എന്നിവയും വിൽപ്പനയ്ക്കായി ഇവിടെയുണ്ട്. നാട്ടുകാരെ കൂടാതെ നിരവധി വിദേശികളും ഇവിടെ എത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വെളിച്ചത്തിനായി 47 വർഷത്തെ കാത്തിരിപ്പ്. കോട്ടയത്തെ പാച്ചൻ ചേട്ടന്റെ കാത്തിരിപ്പിന്റെ കഥയാണിനി. വീട്ടിൽ വൈദ്യുതിക്കായി 47 വർഷത്തെ കാത്തിരിപ്പ്. കോട്ടയം നഗരത്തിൽ CMS കോളേജിന്റെ പരിസരത്ത് താമസിക്കുന്ന പാച്ചന്റെ വീട്ടിലാണ് ഇപ്പോൾ വെളിച്ചമെത്തിയത്. പാച്ചന്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് CMS കോളേജ് പരിസരത്താണ് താമസം. പിന്നീട് 1977 വൈദ്യുതിക്കായി ആദ്യമായി അപേക്ഷിച്ചത്. പിന്നീട് KSEB ഓഫീസിലേക്ക് സ്ഥിരമായി നിവേദനം നൽകൽ. അവസാനം കോടതി വിധിയെ തുടർന്ന് മാർച്ച് 30 ഇവരുടെ വീട്ടിൽ വൈദ്യുതി എത്തിയത്. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 30-ാം തീയതി ഈസ്റ്ററിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിക്കിൻ്റെ കണക്ഷൻ കിട്ടി. അത് കോടതി വിധിയാണ്. ഹൈക്കോടതിയിൽ നിന്ന് 4-ാം തീയതി ഞങ്ങൾക്ക് വിധിയുണ്ടായി. കറണ്ട് കൊടുക്കാൻ പറഞ്ഞ് ഓർഡറായി. അതിന് പ്രകാരം നമുക്ക് ഇവിടെ കറണ്ട് ലഭിച്ചു. ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്.
വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വെളിച്ചമെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് പാച്ചനും കുടുംബവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനച്ചിലാർ വറ്റി വരണ്ടു. വെള്ളം ഇല്ലാതായതോടെ പാറക്കെട്ടുകളും മണൽപ്പരപ്പുകളും തെളിഞ്ഞു. മീനച്ചിലാറിന്റെ പല ഭാഗത്തും മണൽപ്പരപ്പുകളും പാറക്കെട്ടുകളും തെളിഞ്ഞു. നീരൊഴുക്ക് നിലച്ചതിനു പുറമെ ചെറിയ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും വറ്റിത്തുടങ്ങി. തടയണകളിൽ അവശേഷിക്കുന്ന വെള്ളം മലിനമായി. കനത്ത ചൂടുമൂലം പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ കടുത്ത കുടിവെള്ളക്ഷാമത്തിനും ഇത് ഈടാക്കുന്നു. കുടിവെള്ള പദ്ധതികൾ മിക്കവയും നിലയ്ക്കുന്ന അവസ്ഥയാണിപ്പോൾ. മീനച്ചിലാറ്റിൽ കയങ്ങളിലും ചെക്ക് ഡാമുകളിലും മാത്രം അല്പം വെള്ളം അവശേഷിക്കുന്നു. 6ഓളം ജനകീയ കുടിവെള്ള പദ്ധതികളുടെ കിണറുകൾ സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറ്റിലെ ഈലക്കയത്തിലെ അടിത്തട്ട് കാണാൻ തുടങ്ങി. ഈലക്കയം വറ്റിയാൽ നഗരസഭയിലെ 6ഓളം വാർഡുകളിലെ ജലവിതരണം മുടങ്ങും. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കൂടാതെ തലപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡ് ഉൾപ്പെടെ ഈരാറ്റുപേട്ടയിലെ എല്ലാ വാർഡുകളിലും കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. നിലവിൽ നമുക്കറിയാം, വേനലായി കഴിഞ്ഞാൽ, കടും വേനലായി കഴിഞ്ഞാൽ പുഴകൾ വറ്റി വരളുകയാണ്. അതുപോലെ തന്നെ പുഴകൾ വറ്റി വരളുന്നതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം വളരെയധികം രൂക്ഷമാണ് ഈ പ്രദേശങ്ങളിൽ മുഴുവൻ. എല്ലാ വാർഡുകളിലും 1ഉം 2ഉം കുടിവെള്ള പദ്ധതികളാണ് നിലവിൽ നടക്കുന്നത്. 200-300ഓളം കണക്ഷനുള്ള കുടിവെള്ള പദ്ധതികളാണ് ഓരോ വാർഡുകളിലും കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അത് ഈ പുഴയിലെ മലിനമായ ജലമാണ് ഇപ്പം നിലവിൽ അടിച്ച് കയറ്റി കൊടുത്തുകൊണ്ട് ആളുകൾ നിത്യം ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളമായി സംബന്ധിച്ച് നമുക്കറിയാം, സാംക്രമിക രോഗങ്ങളുണ്ടാവും. പിന്നെ കൂടാതെ തന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ, ഒരൊറ്റൊരാഴ്ചയും കൂടെ ഇത് ഈ വേനൽ നിന്ന് കഴിഞ്ഞാൽ ഈ ചെറിയ കുഴികളിലുള്ള വെള്ളം വറ്റിത്തീരുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ചിറ്റാർപ്പള്ളിക്ക് സമീപം ചിറ്റാർത്തോട് പുറമ്പോക്കിലെ ഉണക്കമരം സ്ഥലവാസികൾക്ക് ഭീഷണിയാകുന്നു. മരം വെട്ടിമാറ്റാൻ വനം വകുപ്പ് തടസ്സം നിൽക്കുകയാണിപ്പോൾ. ചിറ്റാർപ്പള്ളിക്ക് സമീപം കരൂർ പഞ്ചായത്ത് 8ാം വാർഡിൽ ചിറ്റാർത്തോട് പുറമ്പോക്കിൽ നിൽക്കുന്ന ഉണങ്ങിയ മാവ് സമീപവാസികളായ 3 കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നു. 4 വർഷത്തോളമായി മരം ഉണങ്ങി നിൽക്കുകയാണ്. സമീപത്ത് താമസിക്കുന്ന വാഴവേലിയിൽ ശശി, സമീപവാസികളായ ലിസി, കൊച്ചുമോൾ എന്നിവരുടെ പുരയിടത്തിലേക്കാണ് മാവ് ചാഞ്ഞു നിൽക്കുന്നത്. ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയതായും തുടർ നടപടികളൊന്നും ആയില്ലെന്നും ഇവർ പറയുന്നു. മഴക്കാലമാകുമ്പോൾ ഉണങ്ങിയ മരം വീടിന് മുകളിലേക്ക് വീഴുമോ എന്ന ആശങ്കയിലാണ് ഇവർ. ഞങ്ങൾ കളക്ടറിന് പരാതി കൊടുത്തതാണ്. 3-4 വർഷം മുന്നേ ആയിരുന്നു. ഇതുവരെയായിട്ടൊരു തീരുമാനമായില്ല. പിന്നെ പഞ്ചായത്തിലും അറിയിച്ചും മെമ്പറൊക്കെ ഒന്ന് കണ്ട് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പം ഈ 3 വീടിന് ഭീഷണിയുണ്ട്. പിന്നെ അതിൻ്റെ തീരുമാനം അധികൃതർ എടുക്കണമെന്ന് ഞങ്ങളുടെ അപേക്ഷ. ഇവർ നൽകിയ പരാതിയെ തുടർന്ന് മരം മുറിക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്തിന് ഫണ്ടില്ലെന്ന് പറഞ്ഞ് മരം മുറിക്കാതിരിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. തുടർന്ന് സ്ഥലവാസികൾ സ്വന്തം നിലയിൽ 17,000 രൂപ മുടക്കി ശിഖരം ഇറക്കി. പിന്നീട് മരം മുറിക്കുന്നത് വനം വകുപ്പും തടഞ്ഞു. എത്രയും പെട്ടെന്ന് അനുകൂലമായ തീരുമാനം സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണി കണ്ടും കൈനീട്ടം വാങ്ങിയും മലയാളക്കരയുടെ വിഷു ആഘോഷം. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. മാലിന്യം പേറി ചിറ്റാർപ്പുഴ. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ പുഴയുടെ അവസ്ഥ ശോചനീയം. ഒഴുക്ക് നിലച്ചുപോയി. പുല്ലും കാടും കയറി. പൂതക്കുഴി ചെക്ക് ഡാമിൽ കുളവാഴ നിറഞ്ഞു. ചെക്ക് ഡാമിൽ കുളിക്കാൻ പോലും കഴിയുന്നില്ല. വെള്ളം മലിനമായി. കുളവാഴപ്പൂക്കളിലെ ഈച്ചയും വണ്ടും പ്രദേശവാസികളെ വലയ്ക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.